ഇപ്പോൾ മണിച്ചിത്രത്താഴിലെ ശോഭനയ്ക്ക് വന്ന ആ ഡ്യുവൽ പേഴ്സണാലിറ്റി നമ്മുടെ ഒരു രോഗത്തിൽ പെടുന്നതാണ്. അതിലെ ചികിത്സയും നമ്മുടെ രീതിയിലുള്ള ചികിത്സയും. ഫാസിൽ ഇതെല്ലാം പഠിച്ചതിന് ശേഷം ആ സിനിമ അത് തയ്യാറാക്കും. നെഗറ്റീവ് എനർജി ഉണ്ടായതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്? നെഗറ്റീവ് എനർജി അല്ല, അവിടെ വിശ്വസിക്കുകയല്ലേ. കൊച്ചിലെ മുതൽ അങ്ങനെയുള്ള കഥകൾ കേട്ട് വളരുന്നു, അത് ശരിയാണെന്ന് വിചാരിക്കുന്നു. കഥകൾ കേൾക്കുമ്പോൾ ഉള്ളില് നമ്മുടെ മനസ്സെന്ന് സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. നമുക്കറിയുന്നതിനൊക്കെ അപ്പുറം. ചിലരൊക്കെ ആത്മഹത്യയുടെ വക്കിൽ നിന്നിട്ട്, ചിലപ്പോൾ കുടുംബം ഒരാളുടെ പ്രോബ്ലം ആയിരിക്കും, പക്ഷേ കുടുംബം മൊത്തം ആത്മഹത്യയിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കണ്ടീഷനിലൊക്കെ 1-1.5 മണിക്കൂറത്തെ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് വളരെ സന്തോഷമായിട്ട് എല്ലാവരും പോകും. നമ്മുടെ ബോധമനസ്സ് 10-15% ഉള്ളൂ. ബാക്കി 80-85% സബ് കോൺഷ്യസ് മൈൻഡാണ്. അതിലെല്ലാം പോയിട്ട് കിടക്കുന്നുണ്ടാവും. സ്വപ്നം കാണുന്ന കണ്ടില്ലേ, എന്തൊരു ക്രിയേറ്റീവാണ് നമ്മളപ്പോൾ. ഈ നട്ടലെന്ന് പറയുമ്പോൾ 33 കശേരിക്കൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ്. ഇടയ്ക്ക് ജെൽ ടൈപ്പ് ഡിസ്കും ഉണ്ട്. അപ്പോൾ ഇത് തെന്നി മാറാൻ എളുപ്പമുണ്ട്. അവിടെ തെന്നി മാറാതെ ഈ എല്ലാ വരുന്ന അസുഖങ്ങളും സൈക്കോസൊമാറ്റിക് തന്നെയാണ്. ഇവിടെ എല്ലാ തരം ട്രീറ്റ്മെൻറ്റും ഉണ്ട്. പഞ്ചകർമ്മ, സുജോഗ്, അഗ്നികർമ്മ, ഹിപ്നോതെറാപ്പി, പിന്നെ ആയുർവേദത്തിൽ അഗ്നികർമ്മ എന്നൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് പെട്ടെന്ന് പെയിൻ മാറാനുള്ള. മാം എന്തായാലും ഇപ്പോൾ റേക്കി ചെയ്യുന്നുണ്ട്, ക്രിയായോഗ ചെയ്യുന്നുണ്ട്, ഒരു ഹിപ്നോട്ടിസം ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ പ്രൊഫഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറാണ്, ഒരു സർക്കാർ ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ മാമിൻ്റെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസ് ഒരുപാട് ആവശ്യത്തിനായിരിക്കും വരുന്നത്. ഏറ്റവും കൂടുതലും രോഗങ്ങളായിട്ട് വരുന്ന പേഷ്യൻസ് എങ്ങനെയുള്ള ആളുകളാണ് ആയുർവേദത്തിൽ കൂടുതലും വരുന്നത്? നമുക്കിപ്പോൾ സിമ്പിൾ ഒരു ജലദോഷം, ചുമ, കഫക്കെട്ട്, അങ്ങനെ പനി, അങ്ങനെയുള്ള കേസുകളെക്കാളും കൂടുതൽ വരുന്നത് ക്രോണിക് ഡിസീസാണ്, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള കേസുകളാണ്. പലയിടത്തും ചികിത്സ ഇല്ലാതെ മാറാൻ ചികിത്സ കിട്ടാതെ വരുന്ന, ചികിത്സ ഇല്ലെന്ന് പറഞ്ഞ് വിടുന്ന കേസുകൾ വരെ നമുക്ക് വരാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വരാറുള്ളത് നട്ടെല്ലിനുണ്ടാവുന്ന ക്ഷതം, ഡിസ്ക് പ്രൊലാപ്സ്, അല്ലെങ്കിൽ തേയ്മാനം കൊണ്ടുള്ള പ്രോബ്ലംസ്, കാൽമുട്ടിനുള്ള തേയ്മാനം, അങ്ങനെയുള്ള കേസും ഡെയിലി ഒരു 50 കേസെങ്കിലും വരും. പിന്നെ വരുന്നത് ഈ സൈക്കോസൊമാറ്റിക് ഡിസീസാണ്. എന്ന് വെച്ചാൽ മാനസിക കാരണങ്ങൾ കൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾ. അത് 60% കൂടുതൽ അങ്ങനെയുള്ള കേസുകളാണ് നമ്മുടെ ഈ രാജ്യത്തുള്ളത്, നമ്മുടെ രാജ്യത്തല്ല ലോകത്തുള്ളത്. പക്ഷേ എല്ലാവരും അതിന് പോയിട്ട് ഇങ്ങനെ അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കുക ചെയ്യാം. അപ്പം അങ്ങനെയുള്ള കേസുകൾക്ക്, ഈ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള കേസുകൾക്ക് നമുക്കെങ്ങനെയാണ് മനസ്സിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുകയും, ഇതുപോലെ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന അനാട്ടമിക്കലായിട്ടുള്ള പ്രോബ്ലംസിന് നമ്മളതിന് മരുന്നുകളും പഞ്ചകർമ്മ പോലുള്ള ചികിത്സകളും പിന്നെ സുജോക്ക് കൂടി ചേർത്ത് ചെയ്യും. സുജോക്ക് ട്രീറ്റ്മെൻറ്റ് ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് പഞ്ചകർമ്മമൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ എല്ല് തേയ്മാനം, ഡിസ്ക് പ്രൊലാപ്സ് പോലുള്ളതെല്ലാം പെട്ടെന്ന് മാറും. ഇപ്പോൾ മാം വന്നപ്പോൾ പറഞ്ഞിരുന്നു മാമിന് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാം. തൃശ്ശൂർ എവിടെയാണ്? ഗുരുവായൂരാണ് എൻ്റെ വീട്, അമ്പലത്തിന് കിഴക്കുവശം തന്നെ. എൻ്റെ ഹോസ്പിറ്റലിൻ്റെ പേര് ആരോഗ്യ നികേതൻ ആയുർവേദ ആൻഡ് യോഗ ക്ലിനിക് എന്നാണ് പേര്. പിന്നെ വൈകുന്നേരം ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ എനിക്ക് ക്ലിനിക്കുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ തരം ട്രീറ്റ്മെൻറ്റും ഉണ്ട്. പഞ്ചകർമ്മ, സുജോഗ്, അഗ്നികർമ്മ, ഹിപ്നോതെറാപ്പി, NLP, റെക്കി യോഗ പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന കേസുകളിൽ ഏത് ട്രീറ്റ്മെൻറ്റാണ് അവർക്ക് വേണ്ടത് നോക്കിയിട്ട് അത് കൊടുക്കും. ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് കമ്പൈൻ ചെയ്യണോ എന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്യും. പഞ്ചകർമ്മയോടൊപ്പം ചില കേസിന് സുജോഗ് കൂടെ ചെയ്യുമ്പോൾ പെട്ടെന്ന് മാറും. ചിലർക്ക് റേക്കി മാത്രം മതിയാവും, ചിലർക്ക് ഹിപ്നോതെറാപ്പി ആയിരിക്കും വേണ്ടത്. പിന്നെ ആയുർവേദത്തിൽ അഗ്നികർമ്മ എന്നൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് പെട്ടെന്ന് പെയിൻ മാറാനുള്ള ഒരു വളരെ പവർഫുള്ളായൊരു ട്രീറ്റ്മെൻറ്റാണ്. അത് ചെയ്യും. അങ്ങനെ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ചെയ്യുന്നുണ്ട്. ഈ സൈക്കോസൊമാറ്റിക് ഇഷ്യൂസായിട്ട് വരുന്ന ആളുകൾക്ക് അവർക്ക് എങ്ങനെയാണ്? കാരണം പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രേതം, ഭൂതം, ഇത്തരത്തിൽ ഇതിനെയൊക്കെ കണ്ടു അല്ലെങ്കിൽ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു വരുന്ന പല ആളുകൾക്കും ചിലപ്പോൾ സൈക്കോസൊമാറ്റിക് ഇഷ്യൂസ് ആയിരിക്കാം. അത് എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത്? ഈ ഭയം എന്ന് പറയുന്ന ഫോബിയാസൊക്കെ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിൽ 2 മിനിറ്റ് കൊണ്ട് മാറ്റാൻ പറ്റും. അങ്ങനെ ചില ടെക്നിക്സ് ഉണ്ട്. അതുപോലെ ഹിപ്നോതെറാപ്പി ചെയ്യാം. അങ്ങനെ മനസ്സിലാണതിൻ്റെ റൂട്ടെങ്കിൽ നമുക്ക് അത് പേഷ്യനോട് സംസാരിക്കുന്നതൊക്കെ മനസ്സിലാവും.
അപ്പോൾ നമുക്ക് ഹിപ്നോതെറാപ്പി NLPയും കൂടി ചേർത്ത് ചെയ്യും. ചിലരൊക്കെ ആത്മഹത്യയുടെ വക്കിൽ നിന്നിട്ട് ചിലപ്പോൾ കുടുംബം ഒരാളുടെ പ്രോബ്ലം ആയിരിക്കും, പക്ഷേ കുടുംബം മൊത്തം ആത്മഹത്യയിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കണ്ടീഷനിലൊക്കെ ചിലപ്പോൾ അഡ്വക്കേറ്റുമാരൊക്കെ എനിക്ക് അയക്കാറുണ്ട് കേസുകൾ. അവർ വന്ന് ഇത് രണ്ടും ഞാൻ പല ടെക്നിക്കുകളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ 1-1.5 മണിക്കൂറത്തെ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് വളരെ സന്തോഷമായിട്ട് എല്ലാവരും പോകും. അത്രയ്ക്ക് പവർഫുള്ളാണ് ഈ ടെക്നിക്സ്, ഹിപ്നോതെറാപ്പി, NLP. പക്ഷേ ഇപ്പോൾ മാമിൻ്റെ അടുത്തേക്ക് വരുന്നപ്പം ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഇനി വേറെ എങ്ങും പോകാനില്ല. പക്ഷേ ഇത് എങ്ങനെയാണ് ഇതിനകത്ത് മാറുന്നത്? ഈ ടെക്നിക്കുകൾ കൊണ്ടാണോ അതോ ആയുർവേദത്തിൽ നിന്ന് കൃത്യമായിട്ടുള്ള ചികിത്സാ വിധികളുണ്ടോ? ഡിസ്ക് പ്രൊലാപ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ വീണിട്ടാവാം, എന്തെങ്കിലും ആഘാതങ്ങൾ കൊണ്ടാവാം, ചിലപ്പോൾ എല്ല് തേയ്മാനം കൊണ്ടാവാം. അങ്ങനെ ഡിസ്ക് പ്രൊലാപ്സ് ഒക്കെ ആണെങ്കിൽ സർവൈക്കൽ മുതൽ ലംബാർ സേക്രൽ വരെയുള്ള ഡിസ്ക് പ്രൊലാപ്സ് വരാം, അല്ലെങ്കിൽ എല്ല് തേയ്മാനം കൊണ്ടുള്ളത് വരാം. അതിനൊക്കെ നമുക്ക് പഞ്ചകർമ്മയും നമുക്ക് മെഡിസിനുണ്ട്, അത് കൊടുക്കും. പിന്നെ ഞാനിപ്പോൾ സുജോക്ക് പഠിച്ചതിന് ശേഷം സുജോക്ക് ട്രീറ്റ്മെൻറ്റ് കൂടെ കൊടുക്കും. അത് കൈപ്പത്തിയിലാണ്. അതുകൂടെ കൊടുക്കുമ്പോൾ അത് ഇന്ന് വരെ ആരും മാറാതെ പോയിട്ടില്ല. എത്ര സിവിയർ ആയിട്ടുള്ള കേസും മാറാതെ പോയിട്ടില്ല. ഇന്നത്തെ ആളുകളെല്ലാം കസാരയിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും വരുന്നത്? ഇരിക്കുന്നത് കൊണ്ട്, വ്യായാമം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സ്പൈനുമായിട്ട് ബന്ധപ്പെട്ട സ്പൈനൽ മസിൽസൊക്കെ ലൂസായി പോകും. അത് സ്ട്രെങ്ത് ഉണ്ടാവില്ല. പിന്നെ അബ്ഡോമിനൽ മസിൽസൊക്കെ സ്ട്രെങ്ത് കുറഞ്ഞ് ലൂസാകുമ്പോൾ ഈ നട്ടലെന്ന് പറയുമ്പോൾ 33 കശേരുക്കൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ്. ഇടയ്ക്ക് ജെൽ ടൈപ്പ് ഡിസ്കും ഉണ്ട്. അപ്പോൾ ഇത് തെന്നി മാറാൻ എളുപ്പമുണ്ട്. അവിടെ തെന്നി മാറാതെ നിൽക്കുന്നത് ഈ സ്പൈനൽ മസിൽസ് അവിടെ അതിനെ അങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. പക്ഷേ മസിൽ വീക്കാകുമ്പോൾ അതങ്ങോട്ട് തെന്നും. മസിൽ ഇവിടെ വീക്കായെങ്കിൽ ഇതിങ്ങോട്ട് മാറും, അല്ലേ, ഡിസ്ക് ഇങ്ങോട്ട് വലിയ വരും. അങ്ങനെ വരാം. വയറ് കൂടുമ്പോൾ ഇങ്ങോട്ട് മസിൽസ് പുള്ളാവും. അപ്പോൾ അങ്ങനെ ഡിസ്ക് തെറ്റാം. പിന്നെ വീഴുമ്പോൾ വെയിറ്റ് എടുത്ത് നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ മസിൽ വീക്കായിട്ടുള്ളവർക്ക് ഈ ഡിസ്ക് പ്രൊലാപ്സ് വരാം. പിന്നെ ചില ആഘാതങ്ങൾ കൊണ്ടും ആക്സിഡൻറ്റിലും ഒക്കെ അങ്ങനെ വരാം. പക്ഷേ ഈ സ്പൈനൽ കോഡുണ്ടല്ലോ, സ്പൈനൽ കോഡ് കംപ്ലീറ്റ് കട്ടായിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കട്ടാവാതെ നല്ല കംപ്രഷനിലാണ് മാത്രമാണ് നിൽക്കുന്നെങ്കിൽ നമുക്കത് ഡിസ്ക് ആ ഒരു ഡിസ്ക് തെറ്റി ഇങ്ങനെ വെർട്ടിബ്രയ്ക്കൊക്കെ ഇങ്ങനെ കുറച്ച് സ്ഥാനചലനമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ ആയുർവേദത്തിലുണ്ട്. കടിവസ്തി, മാത്രാവസ്തി, ഗ്രീവാവസ്തി, യോഗവസ്തി, അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റുകളുണ്ട് നമുക്ക്. പിന്നെ അങ്ങനെ പഞ്ചകർമ്മങ്ങളുണ്ട്. അതിന് മുന്നേയുള്ള സ്നേഹസ്വേദങ്ങളുണ്ട്. സ്നേഹമെന്ന് പറയുമ്പോൾ നെയ്യോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ കഴിപ്പിക്കുക. അത് അച്ഛസ്നേഹപാനം, വിചാരണ സ്നേഹപാനം എന്നൊക്കെ പറയും. ചെറിയ അളവിൽ കൂടുതൽ ദിവസം കൊടുക്കുന്നത് വിചാരണ, കൂടിയ അളവിൽ കുറച്ച് ദിവസം കൊണ്ട് കൊടുക്കുന്നത് അച്ഛസ്നേഹപാനം. അതിനുശേഷം പിന്നെ സ്വേദം. ഈ സ്വേദത്തിലാണ് വിയർപ്പിക്കൽ, അതിലാണ് കിഴികളൊക്കെ വരിക. തൈലം തേച്ച് തടവലും കിഴികളൊക്കെ അതിലാണ് വരിക. അതിനുശേഷമാണ് പഞ്ചകർമ്മം. പഞ്ചകർമ്മം എന്ന് പറയുമ്പോൾ വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷം. അത് ഇതിലേതൊക്കെ ആർക്കൊക്കെയാണ് വേണ്ടതെന്നനുസരിച്ചിട്ടാണ് കൊടുക്കുക. ഇതെല്ലാം എല്ലാവർക്കും ചെയ്യേണ്ട, വേണ്ടത് കൊടുക്കും. അങ്ങനെ നമുക്ക് അങ്ങനെ ബോഡിയുടെ പ്രശ്നങ്ങളെല്ലാം അങ്ങനെ മാറ്റാം. ഇനി അതല്ല വേറെന്തെങ്കിലും കൂടെ കൊടുക്കണമെങ്കിൽ ഞാൻ ഈ പഠിച്ചിട്ടുള്ള മറ്റ് ശാസ്ത്രങ്ങൾ കൂടി കമ്പൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കും. പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ഭയങ്കര വീക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു എറ്റേണൽ പവർ വർദ്ധിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഹീലിംഗ് പെട്ടെന്ന് നടക്കും. ആ ഹീലിംഗ് പവർ വർദ്ധിക്കും. ഈ സൈക്കോസൊമാറ്റിക് ഇഷ്യൂസിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഈ എല്ലാ വരുന്ന അസുഖങ്ങളും സൈക്കോസൊമാറ്റിക് തന്നെയാണോ? മിക്കവാറും അങ്ങനെയുണ്ട്. സോളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ യഥാർത്ഥത്തിലുണ്ടോ? ഇതിപ്പോൾ നമ്മളിപ്പോൾ സോൾ ഇപ്പം അമ്മയുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ്, അമ്മ അനുഭവിക്കുന്ന സ്ട്രെസ് വരെ കുട്ടി അറിയുന്നുണ്ട്. അപ്പം അവിടെ മുതലേ തുടങ്ങുക ഒരു കുട്ടിയുടെ. പിന്നെ ചൈൽഡ്ഹുഡിൽ കുട്ടിക്ക് ഓർമ്മയും ബോധമൊക്കെ വരുന്നതിന് മുന്നേയുള്ളൊരു പ്രായം, ആ പ്രായത്തിൽ കുട്ടി എന്തൊക്കെ അനുഭവിച്ച് കാണും, ആ സമയത്തൊക്കെ അത് ഉള്ളിലിങ്ങനെ അതെല്ലാം കിടക്കും. അതെല്ലാം പിന്നീട് രോഗമായിട്ട് പ്രത്യക്ഷപ്പെടാം. ഈ യഥാർത്ഥത്തിൽ സോൾ പ്രസൻസുമായി വന്നിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ മാഡത്തിൻ്റെ അടുത്തേക്ക്? അങ്ങനെ അതായത് ഈ വേറെ സോൾ അവരുടെ ബോഡിയിലുണ്ട് അല്ലേ, അങ്ങനെയൊക്കെ വരും. അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഇല്ല, യാഥാർത്ഥ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ അതൊക്കെ ഒരു
ഡബിൾ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന മാനസിക രോഗങ്ങളിലാണ് നമ്മളതിനെ പെടുത്തുന്നത്. ആയുർവേദത്തിൽ മാനസിക രോഗം വളരെ വിശാലമായൊരു സബ്ജക്റ്റാണ്. മാനസിക രോഗത്തിൽ എം ഡി എടുക്കുന്നുണ്ടല്ലോ, അത്ര വിശാലമായൊരു. ഇപ്പോൾ മണിച്ചിത്രത്താഴിലെ ശോഭനയ്ക്ക് വന്ന ആ ഡ്യുവൽ പേഴ്സണാലിറ്റി നമ്മുടെ ഒരു രോഗത്തിൽ പെടുന്നതാണ്. അതിലെ ചികിത്സയും നമ്മുടെ രീതിയിലുള്ള ചികിത്സയാണ് ആയുർവേദത്തിൽ. അവളെ കൊല്ലുന്നതായിട്ട് അവൾ വിശ്വസിക്കില്ലേ, അല്ലെങ്കിൽ അവൾ സ്വയം മരിച്ചത് തീരുവുള്ളൂ, അങ്ങനെയാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. അപ്പം ആളെ കൊല്ലുന്നതായിട്ട് ഫാസിൽ ഇതെല്ലാം പഠിച്ചതിന് ശേഷം ആ സിനിമ അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്? നെഗറ്റീവ് എനർജി അല്ല, അവൾ വിശ്വസിക്കല്ലേ. കൊച്ചിലെ മുതൽ അങ്ങനെയുള്ള കഥകൾ കേട്ട് വളരുന്നു, അത് ശരിയാണെന്ന് വിചാരിക്കുന്നു. കഥകൾ കേൾക്കുമ്പോൾ ഉള്ളിൽ നമ്മുടെ മനസ്സെന്ന് സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. നമുക്ക് അറിയുന്നതിനൊക്കെ അപ്പുറം നമ്മുടെ ബോധമനസ്സ് 10 to 15% ഉള്ളൂ. ബാക്കി 80 to 85% സബ് കോൺഷ്യസ് മൈൻഡാണ്. അതിലെല്ലാം പോയിട്ട് കിടക്കുന്നുണ്ടാവും. സ്വപ്നം കാണുന്ന കണ്ടില്ലേ, എന്തൊരു ക്രിയേറ്റീവാണ് നമ്മളപ്പോൾ, എന്തെല്ലാം കഥകളാ മെനഞ്ഞുണ്ടാക്കുന്നല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ അത് കിടക്കുന്നുണ്ട്. അത് പിന്നെ നമ്മുടെ തന്നെ പേഴ്സണാലിറ്റി ആയിട്ട് മാറുക ചെയ്യാം. അതിനെ നമ്മൾ മാറ്റണം. ഈ സ്വപ്നങ്ങൾ കാണുമ്പോഴേ ഈ വളരെ മോശമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നത്, അതായത് ബ്ലഡ് അത്തരത്തിൽ കാണുന്ന ഒരുപാട്, അതായത് അത്ര വയലന്റ് ആയിട്ട് സ്വപ്നം കാണുന്ന പറഞ്ഞാൽ ഈ ബ്രെയിനിന്റെ കാര്യങ്ങളൊന്നും ഇന്ന് വരെ പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അത്ര ഈ ന്യൂറോ സർജൻ വരെ, ന്യൂറോളജിസ്റ്റുകൾ വരെ അതൊന്നും പൂർണ്ണമായിട്ട് പഠിച്ചിട്ടില്ല. ഇനിയും ബ്രെയിനിനെ കുറിച്ച് പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ സബ്ജക്റ്റ് അല്ലാത്തത് കൊണ്ട് എനിക്കും അത് കൂടുതൽ പറയാൻ പറ്റില്ല. പക്ഷേ അത് ഭയങ്കര സങ്കീർണമാണ് നമ്മുടെ ബ്രെയിൻ. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് സങ്കല്പങ്ങളും നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. അല്ലാണ്ട് ഒരാളുടെ ബോഡിയിൽ വേറെ ആത്മാവ് വന്നിട്ടൊന്നുമല്ല. അതൊന്നും ശരിയല്ല. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഇനിയും അടുത്ത എപ്പിസോഡുമായിട്ട് വേണ്ടിയിരിക്കാം. നമസ്തേ.